ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 3ഓളം ഡയസിസുകൾ വിസിറ്റ് ചെയ്ത ശേഷമാണ് ഇവിടെ റായലസീമ ഡയസിസിൽ വരികയും അന്നത്തെ അഭിനയ പ്രസാദറാവു തിരുമേനിയും അന്നത്തെ ഓഫീസേഴ്സുമായിട്ട് ചർച്ച ചെയ്ത ശേഷം കിഴങ്ങുണ്ട ഏരിയയിൽ ധാരാളം സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങൾ ഉണ്ട് എന്നും അവിടെ സുവിശേഷ വേല ചെയ്യാനായിട്ട് ഉള്ള നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പറയുകയും ആ സജഷൻ സ്വീകരിക്കുകയും അങ്ങനെ അന്നത്തെ ഓഫീസേഴ്സും അഭിനയ തിരുമേനിയും അന്നത്തെ ഡയസിൻ ഓഫീസേഴ്സും അഭിനയ തിരുമേനിയും ചേർന്ന് ആണ് ഈ ഒരു വലിയ സംരംഭത്തിന് ഏറ്റവും ശേഷം തന്നെ സംരംഭത്തിന് കിഴങ്ങുണ്ട മിഷൻ ప్రవర్తనలకు ఆరంభం జరిగింది. కొన్ని సంవత్సరాల ముందు ఈస్ట్ కేరళ డయోస్ నుంచి ఆంధ్రాలో 2-3 డయోస్లు విజిట్ చేసిన తర్వాత రాయలసీమ డయోస్లో వచ్చి అప్పుడు బిషప్ ప్రసాదరావు తండ్రి గారు అప్పుడున్న ఆఫీసర్స్ అందరూ ఇన్వైట్ చేసి ఇక్కడ వచ్చి ఫైనలీ గురుగొండ మిషన్ ఈస్ట్ కేరళ డయోస్ మిషన్గా తీసుకోవడానికి ఒక డిసిషన్ తీసుకున్నారు. എന്തുകൊണ്ടാണ് ഈസ്റ്റ് കേരള മഹാടവ ഇപ്രകാരം ഒരു കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ആ മഹാടവയ്ക്ക് പുറത്ത് ഒരു മിഷൻ ഫയല് തെരഞ്ഞെടുത്ത് എന്ന് ചോദിച്ചാൽ അതിന് പല പല കാരണങ്ങളുണ്ട്. ఎందుకు ఈస్ట్ కేరళ డయోస్ బయట ఉన్న ఒక ప్లేస్లో వచ్చి ఒక మిషన్ ఫీడ్ ఎందుకు తీసుకున్నారు చాలా మంది అడుగుతున్నారు. అది చాలా రీజన్స్ ఉంది. ഈസ്റ്റ് കേരള മഹാടവക രൂപീകൃതമായത് ഇന്നേക്ക് ഏതാണ്ട് 1.25 നൂറ്റാണ്ട് മുമ്പ് ഹെൻറി ബേക്കർ ജൂനിയർ എന്ന മിഷണറി അച്ഛൻ അവിടെ വന്നത് മുതലാണ്. ఈస్ట్ కేరళ సంఘం డయోసిస్ 175 సంవత్సరం ముందు ఫామ్ అయింది. അന്ന് ആ പ്രദേശത്തെ ചുറ്റുപാടുമെല്ലാം കേരളം മുഴുവനായിട്ടും ഒരു സുവിശേഷ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഏരിയയിൽ അങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടന്നില്ല. ఆ ఒక సమయము కేరళలో ఉన్న ఆ ప్లేస్లన్నీ వేరే ప్లేస్లన్నీ గాస్పెల్ వర్క్ సేవ జరిగింది. అయితే మన ప్లేస్లో ఈ సేవ జరగలేదు. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മിഷന്മാരെ അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി കണ്ട് അവരെ ക്ഷണിച്ചു വരുത്തി എന്നാണ് അതിന്റെ ചരിത്രം. అప్పుడు ఈ ప్లేస్ నుంచి మన డైస్ ఉన్న ప్లేస్ నుంచి ఫాదర్స్ వారు అక్కడ పోయి మిషనరీస్ దగ్గర పోయి వాళ్ళని తీసుకొని మన ప్లేస్కు వచ్చినారు. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം തന്റെ തക്ക സമയത്ത് തക്കതായ ആളുകളെ ഞങ്ങളുടെ പ്രദേശത്തേക്ക് അയച്ചു. അതിന് പല മുഖാന്തരങ്ങളിലൂടെ ഇന്ന് കാണുന്ന എല്ലാ വികസനത്തിനും അഭിവൃദ്ധിക്കും കാരണം ആ സുവിശേഷം നിങ്ങളുടെ മധ്യേ വന്നതാണ്. బైబిల్లో మనం చూస్తాం ఒక కరెక్ట్ టైంలో దేవుడు మిషనరీస్ని ప్లేస్కు పంపిస్తున్నారు, మన ప్లేస్కు పంపిస్తున్నారు. కాబట్టి ఇప్పుడున్న డెవలప్మెంట్ అన్ని ఏ కార్యాలు చూసినా కూడా అన్ని కార్యాలు ఆ ఒక గోస్పెల్ వచ్చినారు కాబట్టి అది వచ్చింది. അതുകൊണ്ട് അന്ന് പിതാക്കന്മാരുടെ കാലം മുതൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് അവിടെയുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ఆ ఒక సమయం నుంచి ఈ గోస్పెల్ షేర్ చేయాలి, సేవ చేయాలి, అదొక అందరికీ ఉన్న ఒక ఫీలింగ్ అది. അതുകൊണ്ട് 1983 ഈശ്വരമാട രൂപീകരണമായപ്പോൾ അതിന്റെ ഒന്നാമത്തെ പ്രഖ്യാപന ലക്ഷ്യമായി സുവിശേഷീകരണം വെച്ചു. 1983లో ఈస్ట్ కేరళ డయోస్ ఫామ్ చేసినప్పుడు ద ఫస్ట్ మోటో ഇവാഞ്ചലിസം. അതുകൊണ്ട് മഹാണവ എല്ലാ കാലത്തും എല്ലാ ബിഷപ്പന്മാരും അഭിനയ അധ്യക്ഷന്മാരും ഡയസൻ ഓഫീസർമാരും എല്ലാവരും ഒന്നാമത്തെ പ്രയോറിറ്റി మిషన్ కొడుకు. అందుకోసం ఈస్ట్ కేరళలో ఎవరి బిషప్గా వచ్చినా కూడా పాస్టర్స్ అందరూ ఇవాంజలిజంకు ముఖ్య స్థానం ఇస్తారు. അവിടെ ഒരു സമയത്ത് 87 മിഷൻ ഫീൽഡുകൾ ആ ഡയസിൽ തന്നെ ഉണ്ടായിരുന്നു. ముందు ఒక 87 మిషన్ ఫీల్డ్ డయస్ లోపలే 87 మిషన్ ఫీల్డ్ ముందున్నారు. പിന്നീട് ഡൽഹിയിൽ സ്ലം ഏരിയയിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ఢిల్లీలో స్లమ్ ఏరియాలో మిషన్ వర్క్ స్టార్ట్ చేస్తున్నారు. ఆగ్రాయిలో మిషన్ ప్రవర్తన ఆగ్రాయిలో మిషన్ స్టార్ట్ చేస్తున్నారు. ఇప్పుడు గురుగొండలో కూడా మిషన్ స్టార్ట్ అయింది. മിഷൻ അവിടെ ഇപ്പോൾ ഫീൽഡ് എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 50 എന്നാണ് അതിൻ്റെ ഒരു.
ఇప్పుడు నంబరు కొంచెం తగ్గిసి అది పర్ఫెక్ట్గా చేయాలి ఆ ఒక ఉద్దేశంతో 50 మిషన్ ఫీల్డ్ మనం చూస్తాం. അവർ നമ്മുടെ മാക്സിം ജോർജൻ സെനറ്റ് മിഷൻ ഡയറക്ടർ അവിടുത്തെ മിഷൻ ഡയറക്ടർ ആയിരുന്നു. മാക്സിം ജോൺസൺ സിനഡോ മിഷൻ ഡയറക്ടర్గా పనిచేసినారు. మన డైస్లో ఈస్ట్ గల్ల డైస్లో కూడా మిషన్ డైరెక్టర్గా పనిచేసినారు. മിഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് ഈ പ്രദേശവും വന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. మిషన్కు చాలా ప్రాముఖ్యం ఇస్తూ ఉన్నారు కాబట్టి ఈ ప్లేస్లో కూడా ఇక్కడ కూడా వెలుగొండలో కూడా వచ్చి మిషన్ చేశాము. പറക്കാൽ മിഷൻ ഞങ്ങളുടെ പൂർവ്വ മഹാടവയുടെ മിഷൻ വിങ്ങായിരുന്നു. పరకాల్ మిషన్ మీకు తెలుసు, అది ఈస్ట్ కేరళ డైస్ మధ్య కేరళ డైస్ కలిసి ఉన్నప్పుడు మన డైవర్సన్ మిషన్ అది. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ അതിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. കാരണം പുതിയ ബിഷപ്പാണ്. അവിടെ പുതിയ ബിഷപ്പ്, ഇവിടെ പുതിയ ബിഷപ്പ്, അവിടെ പുതിയ ഭരണാധികാരികൾ, ഇവിടെ പുതിയ ഓഫീസേഴ്സ്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് അതിന് മിഷൻ്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോവുകയാണ്. അതായത് ഇവിടെയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തി എത്രയും ചേർന്ന രാജേഷ് അച്ഛൻ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നു. അതിനെല്ലാവിധമായ സപ്പോർട്ട് നിങ്ങൾ നൽകുന്നു. അപ്പോൾ അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലേക്കുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുകയാണ്. അത് അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞ് അവരുടെ സഹകരണത്തോടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഇതിനെക്കുറിച്ച് ഒന്ന് ഇവിടെ കണ്ട് പറഞ്ഞ് ഒരു സ്നേഹബന്ധം ഒന്ന് ഒതുക്കി കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് വളരെ ക്ലാരിറ്റിയോടെ പോകണം എന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് ആ കാര്യം ഇന്ന് തിരുമേനിയോട് പറയുകയും തിരുമേനി അവിടെ അവസരം തരികയും ചെയ്തു. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനിടയായി തന്നിരിക്കുക. రెండు డైస్లో కొత్తగా బిషప్ రాయలసీమ డైస్లో ఐసక్ తండ్రి గారు బిషప్గా వచ్చినారు. ఈస్ట్ కేరళ డైస్లో ఫ్రాన్సిస్ తిరుమేని బిషప్గా వచ్చినారు. ఆఫీసర్స్ కూడా రెండు డైస్లో కొత్తగా ఆఫీసర్స్ వచ్చినారు. కాబట్టి ఇప్పుడు మనం మిషన్ స్టార్ట్ అయింది. ఆ ఒక స్టార్టింగ్ స్టేజ్ నుంచి మళ్ళీ వేరే ఒక స్టేజ్కు మనం మూవ్ అవ్వాలి. అందుకోసం ఇదేం చేసినా కూడా ఒక క్లారిటీ మన మిషన్కు ఉండాలి. అందుకోసం బిషప్తో ఆఫీసర్స్తో మాట్లాడి ఆ ఒక క్లారిటీతో ముందుకు మనం వెళ్ళాలి. అందుకోసం ఈ యొక్క మీటింగ్కు మనం చేస్తున్నారు. అందుకు తండ్రి గారు పర్మిషన్ కూడా ఇచ్చినారు. తండ్రి గారికి హృదయంగా ఒక ప్రజలు కూడా తెలియజేస్తున్నారు. കുറെ കൂടെ വ്യക്തതയോടെ മുമ്പോട്ട് പോകണം എന്ന് പറയുമ്പോൾ അതിൻ്റെ സംഗതി ഒന്ന് മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഒന്ന് സാമ്പത്തികമാണ്. സാമ്പത്തികം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. മറ്റൊന്ന് ബിൽഡിങ്ങുകളാണ്. ബിൽഡിങ്ങുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ഥലം നമുക്ക് വാങ്ങാൻ സാധിക്കും. എന്നാൽ നമ്മൾ വായിച്ച ആധാര വേദവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഉപദേശിച്ച വചനങ്ങൾ അനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം ഉപദേശിച്ച് ശുചിരാക്കാനാണ്. അതായത് ഒരു സ്ഥലത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ നടക്കുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി ജനങ്ങൾ വരുമ്പോൾ അവര് കർത്താവിൻ്റെ വചനം അനുസരിച്ച് കർത്താവിനെ ഫോളോ ചെയ്യുന്ന ശക്തമായിട്ട് പിൻപറ്റുന്ന രീതിയിൽ അടിസ്ഥാനപ്പെട്ട വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിന് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. దీర్ఘకాలముള്ള ప్రవర్తన ഒരു പക്ഷേ ఆవశ్యకമായി వస్తాయి. మనం మిషన్ చేసినప్పుడు మనకు డబ్బులు అవసరం ఉంది. దేవుడు మనకు డబ్బులు ఇస్తారు. మనకు ల్యాండ్ అవసరం ఉంది. ల్యాండ్ మనకు కొనవచ్చు. మనకు బిల్డింగ్స్ అవసరం ఉంది. బిల్డింగ్ మనం కట్టవచ్చు. అయితే ముఖ్యంగా ఉన్న కార్యము బైబిల్లో మత్తయి సువార్త 28వ అధ్యాయములో మనం చూసిన ఆ ఒక దేవుడు ఖచ్చితంగా మనం ముందుకు ఆ ఒక పరిశుద్ధాత్మ ఆ వాక్యంలో ఉన్న మాదిరి మనం ముందుకు వెళ్ళాలి. అది చాలా చాలా ప్రాముఖ్యమైన ఒక కార్యము. ഭരണസമിതികൾ അധ്യക്ഷന്മാർ മാറി മാറി വരും. കർത്താവിന്റെ വേലയ്ക്ക് മുടക്കം വരരുത്. അതുകൊണ്ട് നമ്മൾ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വളരെ శక్తి పగలదాയിട്ട് తీరేందుకు బిషప్స్ ఆఫీసర్స్ వాళ్ళు వస్తారు. వెళ్ళి ఒక టైం తర్వాత చేంజ్ అవుతారు. అయితే మనం తీసుకున్న డిసిషన్స్ అది ముందుకు మనం తీసుకొని పోవాలి. అది అట్లా ఉండాలి. അതുകൊണ്ട് നമുക്ക് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പാൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവിടെ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ പള്ളികൾ ഇല്ലാത്ത ഗ്രാമങ്ങളിൽ പള്ളികൾ നമുക്ക് ചെറിയ പ്രാർത്ഥനാക്കൂട്ടങ്ങൾ ഉണ്ടാകണം. അവിടുത്തെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസമുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകണം. ആതുര സേവന പ്രവർത്തനങ്ങൾ അതിനുള്ള സംവിധാനങ്ങൾ കാലക്രമത്തിൽ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ ഭരണ ചുമതല കാര്യങ്ങൾ വന്നേക്കാം, മറ്റ് അനേക കാര്യങ്ങൾ വന്നേക്കാം.
എത്ര നാളെങ്കിലും പോകുമെന്ന് പറഞ്ഞേക്കാം, എന്നാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നു പറഞ്ഞേക്കാം. കാരണം പിൽക്കാലാടിസ്ഥാനത്തിൽ ഞങ്ങൾക്കത് വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു കാര്യമില്ല. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് ഈ ഡയസിസിനെ എന്ത് ചെയ്യണം, അതിൽ ഏൽപ്പിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതാണെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എങ്ങനെ എന്ന് നമ്മൾ നേരത്തെ ഒരു മുന്നൊരുക്കം നമ്മൾ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം നാം ഇതിൽ എല്ലാം കൂടെ മഹത്വം എടുക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിനെ ചെല്ലുമ്പോൾ ദൈവമേ അങ്ങനെ തന്ന ആയുസ്സിലും സമയത്തിലും ഞങ്ങൾ నేడియ ఆల్కాంతకి పరవాన్ని మనమే సాధించగలుగుతాం. మనం మిషన్ ముందుకు వెళ్ళినప్పుడు మనం చర్చస్ పెట్టాలి, లాంటివి ఉండాలి, చాలా కార్యాలు మనం చేయాలి. అది ముందుకు పోయినప్పుడు ఏ కన్ఫ్యూషన్ లేకుండా అది ముందుకు పోవాలి. మనం ఎట్లా చేయాలి, ఇప్పుడు ఈస్ట్ గల్లా ఇదన్నీ చేసామని ఇది చేసిన తర్వాత ఇప్పుడు హ్యాండ్ ఓవర్ చేయాలి, టైర్స్కు హ్యాండ్ ఓవర్ చేయాలి. ఇదొక పర్ఫెక్ట్ ఒక స్టేజ్ వచ్చిన తర్వాత ఏం చేయాలి, ఇదన్ని కార్యాలు మనం డిస్కస్ చేసి ఒక క్లియర్ పిక్చర్లు మనం ముందుకు వెళ్ళాలి. అది కూడా ఈస్ట్ గల్లా కూడా అదే ఆలోచన చేస్తున్నారు. అదన్నీ ఇప్పుడు మనం డిస్కస్ చేసి ఒక ക്ലിയറുగా మనం ముందుకు వెళ్ళాలి. అది നമ്മൾ അവിടെ ധാരാളം പൈസ ഉണ്ടായിട്ടല്ല ഈ മിഷൻ പ്രവർത്തനം ചെയ്യുന്നത്, ജനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതെ, അപ്പോൾ ജനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്രോജക്റ്റുകൾ പറയും, അവിടെ നമുക്ക് ഇന്ന ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ ആവശ്യങ്ങൾക്കാണ് ജനങ്ങളുടെ പൈസ തരുന്നത്. ആ പൈസയാണ് വേറെ അവിടുത്തെ കാര്യങ്ങൾ കൂടി ഉപയോഗിക്കാതെ അതാത് മിഷൻ വയലുകളിൽ അവിടെ തന്നെയുള്ള 30 ജില്ലാ മിഷൻ വയലുകളിലും അതുപോലെ തന്നെ ഡൽഹി മിഷനിലും അതുപോലെ തന്നെ ആഗ്ര മിഷനിലും ഇവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്ന ഫണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് പറയുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ ഇതിൻ്റെ ആവശ്യമുണ്ട്. ആൾക്കാരും ചെയ്ത പൈസ അവർക്ക് ബോധ്യമുണ്ടായിരിക്കണം, പൈസ ഇവിടെ എന്ത് ചെയ്യണം, അവിടെ ചെലവഴിക്കുന്നുണ്ട്, അതവിടെ വെറുതെ പെട്ടിടിച്ച് കളയുന്നില്ല, അതവിടെ ഉയർന്നുണ്ട്. റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടതുണ്ട്. ബിൽഡിങ്ങിന് വേണ്ടി മേടിച്ച ബിൽഡിങ്, ചർച്ച നിർമ്മാണത്തിന് വേണ്ടി മേടിച്ച ചർച്ചിൻ്റെ ഗ്രോത്ത്, സ്കൂൾ, അതെല്ലാം നമ്മൾ അവിടെ പറയേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഭാവി അനുസരിച്ചാണ് അവിടെ ആൾക്കാർ ചെയ്തത്. അവരിവിടെ വന്ന് പ്രവർത്തിക്കുന്നത് പകരനാട്ടാണ് ചെയ്തത്. അവർ പൈസ തരുന്നത് ഞങ്ങൾ ആയിരിക്കും. വളരെ കൃത്യത അവർക്ക് ആവശ്യം. ఈస్ట్ గల్లాలో ఎక్కువ డబ్బులు ఉంది కాబట్టి కాదు ఈ మిషన్ చేసింది. ఇప్పుడు అక్కడ చాలామంది నుంచి డబ్బులు కలెక్ట్ చేసి ఈ మిషన్ కోసం కలెక్ట్ చేసి ఆ మిషన్ అట్లా మనం చేస్తున్నారు. వాళ్ళకి ఇక్కడ వచ్చి మిషన్ చేయడానికి ప్రాబ్లం ఉంది కాబట్టి చాలామంది ఆ ఒక కాంట్రిబ్యూషన్ మన మిషన్ కోసం చేస్తూ ఉన్నారు. అది క్లియర్గా కరెక్ట్గా మనం చేస్తూ ఉన్నారు. చేయలేదు ఆ ఒక మైండ్ వాళ్ళకి వచ్చినా వాళ్ళు చేయలేదు. అది కృత్యంగా మనం చేస్తున్నారు. ഡയസ് కూడా అట్లా చేయడానికి అన్ని కార్యాలు చేశాం. അവിടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ സമയത്തും ഇവിടെ വരാൻ പറ്റും. അതായത് നമ്മുടെ ഈ ഡയസിനെ കൂടാതെ പ്രവർത്തിക്കാൻ പറ്റും. ఇప్పుడు రాయలసీమ డయస్ లేకుండా, డయస్ సహాయం లేకుండా ఈస్ట్ గల్లా డయస్ ఇక్కడ ఈ మిషన్ ఇది ముందుకు వెళ్ళలేదు. രണ്ട് ഡയസ് ഒന്നിച്ചാണ് ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് പോകുന്നത്. మనం రెండు డయస్ కలిసి ఈ మిషన్ మనం చేయాలి. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ വരാം, ഇവിടുന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് വരാം. അങ്ങനെ ഡയസുമായിട്ട് നല്ലൊരു ബന്ധം സൂക്ഷിക്കാനായിട്ട് സാധിക്കും. കുറഞ്ഞ വർഷം ആൾക്കാർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഓഫീസേഴ്സിനും അഭിനന്ദ തിരുമേനിമാർക്കും അവിടെ വന്ന് അവിടെ കാണാനും പ്രദേശങ്ങളെ കാണാനും ഒക്കെയുള്ള അവസരങ്ങൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ ഞങ്ങൾ വന്നതുപോലെ വളരെ സന്തോഷമുണ്ട്. ഈ കാര്യം ഞങ്ങൾ അവിടെ ചെന്ന് പറയും, മിഷൻ ബോർഡിലും അതുപോലെ കാര്യങ്ങൾ പറയും. ഇവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പൂച്ചെട്ടിൽ തന്ന് സ്വീകരിച്ചു, സ്വാഗതം ചെയ്തു, നല്ല സംവിധാനം ചെയ്തു, ഓഫീസേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് താമസിക്കണം, നല്ല സൗകര്യം ഒരുക്കി തന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ആ ഡയസിലെ ആകമാനം നിങ്ങൾ ഉൾക്കൊള്ളുന്ന പോലെയും സ്വീകരിക്കുന്ന പോലെയും തന്നെയാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രതിഫലം. రెండు డైస్ ఒక మంచి రిలేషన్లో మనం ముందుకు వెళ్ళాలి. ఇప్పుడు కేరళ నుంచి ఈస్ట్ నుంచి ఇక్కడికి వచ్చిన ఇక్కడ నుంచి ఆఫీసర్స్ మీరు అక్కడికి రావచ్చు. ఆ ఒక మంచి కనెక్షన్లో మనం ముందుకు వెళ్ళాలి. ఇప్పుడు కేరళలో పోయి ముఖ్యంగా చెప్తారు, అక్కడ పోయి మంచి ఒక ఫెలోషిప్ ఇక్కడ ఇచ్చినారు. అన్నీ ఒక ఓకే అన్నీ ఇచ్చి ఒక రిసీవ్ చేసినారు. ఇదన్నీ అక్కడ పోయి చెప్పినప్పుడు వాళ్ళు కూడా మిషన్ బోర్డులు అన్నీ చెప్పినప్పుడు అక్కడ కూడా చాలా సంతోషం, ఒక ఫీలింగ్ వస్తుంది. വേണമെങ്കിൽ
പിന്നെ തിരുമേനി വേണമെന്ന് നിസ്സാരമായിട്ട് എന്ത് ചെയ്യാം, ഒന്നും പോട്ടെ അച്ഛമ്മയ്ക്ക് വേണേൽ പറയും. പക്ഷെ അവർ ഇന്നലെ പറഞ്ഞു, പലതവണ വിളിച്ചു, ഇവിടെ വന്നിട്ട് ഹാജരായി. ഇവിടെ കൂടെ ഇന്നത്തെ ദിവസം എല്ലാം ഇവിടെ പല സമയമാണ് ഇവിടെ വന്ന് അവിടെ തിരുമേനി മാത്രമല്ല ഓഫീസേഴ്സ്, അവർ മാത്രമല്ല ഡിവിഷനിലെ ചുമതലക്കാർ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ. അത് ആ ഇതിനോടുള്ള താല്പര്യവും ആ ഒരു ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു తీర్మానമാണ് എന്നുള്ള കാര്യത്തിൽ యాదొരു సంశయం. ఐసక్ తండ్రి గారు చెప్పవచ్చు, మదర్చిపోతారు, ఫోన్ చేసి ఇక్కడ ఏదో ఒకటి అరేంజ్ చేసి చేయవచ్చు. అయితే తండ్రి గారు ఈ 2 రోజు ఇక్కడ వచ్చి ఆఫీసర్స్ వచ్చి అన్ని కార్యాలు ఇక్కడ చేసినారు. అది చాలా చాలా సంతోషం. తెలుగులో എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അതൊന്നും ചെയ്യാൻ വേണ്ടി എവിടെ വലിയ ഞാനും അതൊക്കെ മാതൃകാര്യത്തിൽ അത് സെമിനാരി പഠിച്ചതാണ്, വേറെ ഒന്നുമേ അറിയത്തില്ല. తెలుగు తెలియదు ఏమండి, అట్లా కొన్ని సెమినార్లు చదివినప్పుడు కొన్ని తెలుసు, వేరే ఏం తెలియదు. എൻ്റെ റൂംമേറ്റ് ഇതിൻ്റെ തെലുങ്ക് ആന്ധ്രയിലുള്ള ആളായതുകൊണ്ട് അത്രയൊക്കെ പഠിച്ചത്. రూమ్మేట్ ఒకరు ఆంధ్ర నుంచి వచ్చిన ఒక రూమ్మేట్ కాబట్టి కొన్ని వర్డ్స్ తెలుసు. దానియల్ తిరుమేని തൊട്ടുമുള്ള തിരുമേനിക്ക് ശരിക്കും തിരുമേനിക്ക് അറിയാം. దానియల్ తిరుమేని ఫార్మర్ బిషప్ తిరుమేనికి കൊച്ചമ്മയ്ക്ക് తెలుగు తెలుసు. സാമൽ തിരുമേനി തെലുങ്ക് സംസാരിച്ചാൽ തെലുങ്കിൽ ആൾക്കാർ തന്നെ മാറിപ്പോകും, കാരണം അത്രയും ബെസ്റ്റായിട്ട് തിരുമേനി തെലുങ്ക് സംസാരിക്കും. ఫార్మర్ బిషప్ సామువల్ తిరుమేని తెలుగు మాట్లాడినా ఆంధ్రావ మలయాళీ అది కూడా తెలియలేదు. అట్లా పర్ఫెక్ట్గా సామువల్ తిరుమేని మాట్లాడారు. 10 సంవత్సరం ఆంధ్రాలో నాకు తెలియదు. വളരെ സന്തോഷമുണ്ട്, చాలా సంతోషం. നമ്മൾ അനേക കാര്യങ്ങൾ സാധിക്കുന്നതിനൊരു ധാരണ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ നമുക്ക് അതിനെ കുറച്ച് പുതിയതായിട്ട് കാണുമായിരിക്കും. അതിലാണ് നമുക്ക് പറഞ്ഞ് ധാരണയിലെത്തി കാര്യങ്ങളുണ്ട്. പ്രിയ രാജേഷ് അച്ഛനെ കുറിച്ച് പറഞ്ഞ അച്ഛൻ വളരെ ചെറുപ്പത്തിലെ മിഷൻ പ്രവർത്തനം വേണ്ടി ഓർപ്പിക്കപ്പെട്ടു. അവിടെ മിഷനായിട്ട് പ്രവർത്തിച്ചു. ഇവിടെ വന്നപ്പോൾ മിഷനായിട്ട് വന്നു. അതിന് കോർഡിനേഷൻ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ടായി. കൊച്ചുണ്ണി മക്കളുണ്ട്. ഇവിടെ വരുമ്പോൾ ഈ കാലാവസ്ഥയുടെ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണപദാർത്ഥങ്ങളുടെ വ്യത്യാസമുണ്ട്, ഭാഷ എങ്ങനെയെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടെല്ലാം സഹിച്ച് ഇവിടെ നിൽക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. നിങ്ങൾ നല്ല സപ്പോർട്ട് കൊടുത്തു. വയൽപ്പാട് അവിടുത്തെ ചർച്ചും അതുപോലെ തന്നെ നേശി തുടങ്ങിയുള്ള ആൾക്കാരെല്ലാം വളരെ സപ്പോർട്ട് ചെയ്തു. രോഗം പലതവണ രോഗങ്ങൾ അലട്ടി, എങ്കിലും അത് ഇവിടെ തന്നെ ഉറച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സമർപ്പണമുള്ള മിഷന്മാർ മൂലമാണ് പ്രവർത്തനം നടക്കുന്നത്. നിങ്ങൾ അച്ഛനും അച്ഛനും കുഞ്ഞുങ്ങൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും അവരുടെ അന്വേഷണങ്ങളിൽ ഞാൻ കൃത്യമായി നന്ദി അർപ്പിക്കുന്നു. ദൈവം അവരെ ധാരാളമായി അനുകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ ഈ സമയത്ത് ഓഫീസേഴ്സിനെ ജസ്റ്റ് അഭിനന്ദനം ഉൾപ്പെടുന്ന ആദരിക്കാനായിട്ട് അത് ആഗ്രഹിക്കുന്നു. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ആദരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അറിയിക്കട്ടെ. വളരെ വളരെ സന്തോഷം. ഓഫീസേഴ്സ് അത് ഫസ്റ്റ് ഷോ